الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم بالعالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما جعله الله إلا بشرى ولتطمئن به قلوبكم وما النصر إلا من عند الله إن الله عزيز حكيم صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഉപദേശിക്കുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി വിശുദ്ധ ഖുർആൻ സൂറ അർ-റൂമിലെ ആദ്യ ഭാഗത്തുള്ള ചരിത്ര ആഖ്യായികയുടെ പാഠങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. 4 വസ്തുതകൾ റോമ പേർഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിലെ പാഠങ്ങളായി നമ്മൾ മനസ്സിലാക്കി. അദൃശ്യ കാര്യങ്ങളിൽ വിശ്വാസികൾക്ക് നല്ല ഉറച്ച ഈമാൻ ഉണ്ടാവണമെന്നും വിശുദ്ധ ഖുർആനിൻ്റെ സത്യസന്ധത ഇവിധം ഒരുപാട് വസ്തുതകളിലൂടെ തെളിഞ്ഞതാണെന്നും ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ലോകം പ്രതീക്ഷിക്കാത്ത ഒരു കാലത്ത് പരാജയപ്പെട്ട റോമ ജയിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പ്രവചിക്കുന്നു. അത് പിന്നീട് അങ്ങനെ തന്നെ സംഭവിക്കുന്നു. അദൃശ്യമായ കാര്യങ്ങൾ, നമ്മുടെ ദൃശ്യത്തിനപ്പുറത്തുള്ള വസ്തുതകൾ, അതിൽ ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവണം. ഒപ്പം ഖുർആനിൻ്റെ സത്യസന്ധതയിൽ നമുക്ക് നല്ല ബോധ്യവും നല്ല മനസ്സമാധാനവും ഉണ്ടാവണം എന്നീ വസ്തുതയെ മുമ്പിൽ വെച്ച് മുഫസ്സിരികൾ പഠിപ്പിക്കുന്നു. രണ്ടാമതായി, വിശ്വാസികൾ നിരാശപ്പെടേണ്ടവരല്ല. അവരെ നയിക്കേണ്ടത് പ്രത്യാശയും ശുഭപ്രതീക്ഷയുമാണ്. അപ്പോൾ നടക്കുന്ന ഒരു സംഭവത്തോടുകൂടി എല്ലാം തീർന്നു എന്ന് വിചാരിക്കേണ്ടവരല്ല. ഈ ഇരുട്ടിനപ്പുറത്തൊരു വെളിച്ചമുണ്ട്, ഈ കടലിനപ്പുറത്തൊരു കരയുണ്ട് എന്ന ഉറച്ച ബോധ്യം അവർക്കുണ്ടാവണം. അതുകൊണ്ടാണ് മക്കയിൽ പേർഷ്യയുടെ വിജയം അവിടുത്തെ ബഹുദൈവ ആരാധക വൃന്ദമാകുന്ന പുതിയ കാലത്തിൻ്റെ ഭാഷയിലെ മക്കയിലെ സംഘപരിവാരം ആഘോഷിക്കുമ്പോൾ മാനസികമായി പ്രയാസപ്പെട്ട മുസ്ലിം സമുദായത്തിന് അള്ളാഹു പ്രത്യാശ നൽകിക്കൊണ്ട് പറഞ്ഞു, സന്തോഷിക്കും നിങ്ങൾ, ഇപ്പോഴത്തെ പരാജയത്തിന് ശേഷം വിജയം വരും എന്ന്. മൂന്നാമതായി, 1000 കിലോമീറ്റർ അപ്പുറത്ത് നടക്കുന്ന ഒരു സംഭവത്തെ ഇന്നത്തേതുപോലെ അറിയാനും മനസ്സിലാക്കാനും വിരൽ തുമ്പിൽ ഞെക്കിയിട്ട് കാര്യങ്ങൾ ലൈവായിട്ട് കാണാനും സാഹചര്യമോ സാധ്യതയോ ഇല്ലാത്തൊരു കാലത്ത് ഇസ്ലാമിക ലോകം ഇതൊക്കെ അറിയണം. നിങ്ങൾ അങ്ങനെ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടേണ്ടവരല്ല. ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ, ലോക ചരിത്രവും രാഷ്ട്രീയ മാറ്റങ്ങളുമൊക്കെ
സാഗൂതം നിരീക്ഷിക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും നിലപാട് സ്വീകരിക്കാനും കഴിയണം എന്ന യാഥാർത്ഥ്യത്തെയാണ് അത്രയും ദൂരെ നടന്ന ഒരു സംഭവത്തെ വഹിയിലൂടെ മക്കയിൽ അറിയിച്ചു കൊടുത്തുകൊണ്ട് മുസ്ലിം സമൂഹത്തെ അള്ളാഹു വൈജ്ഞാനികമായി ശക്തിപ്പെടുത്തുന്ന, ലോക വിവരങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ബോധ്യമുള്ള ഒരു പ്രബല സമൂഹമാക്കി മാറ്റുന്ന ഈ പ്രക്രിയ ഖുർആനിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ സംഭവത്തിന്റെ 3ാമത് പാഠം. 4ാമത് പാഠം, വിശ്വാസികൾ സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്തായിരിക്കണം. ലാ മുബാലാത്ത്, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അതായത് അറബി പ്രയോഗമാണ്, സാങ്കേതിക പദമാണ്. എന്ത് സംഭവിച്ചാലും നമ്മളെ ബാധിക്കില്ല. നമ്മൾ നിസ്കരിച്ച് നോമ്പ് നോറ്റ് നല്ല കുട്ടികളായി, ഞാനും എൻ്റെ കെട്ടിയോടും കുട്ടിയോടും എൻ്റെ വരുമാനവും എൻ്റെ ജീവിത സുഖങ്ങളും അങ്ങനെ ജീവിച്ചു പോകാൻ തീരുമാനിക്കാൻ പാടില്ല. അവിടെ നടക്കുന്ന ഒരു സംഭവം ഇവിടെ ബാധിക്കും. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവവും ഇന്ത്യയിലെ മുസൽമാന്മാരെ ബാധിക്കും. ഇസ്രായേലിന്റെ ഓരോ വിജയവും എന്ന് പറയുന്ന വിജയം, അത് ഇൻവേർട്ടഡ് കോമയിൽ വായിക്കേണ്ട വിജയ പരാജയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വിജയമായിട്ട് ഇവിടെ സംഘപരിവാരം ആഘോഷിക്കും. അങ്ങനെ മുസ്ലിം ലോകത്തെ ബാധിക്കും ലോകാടിസ്ഥാനത്തിലെ വിഷയങ്ങൾ. ഇതൊരു വസ്തുതയാണ്. ആ വസ്തുതയാണ് ഖുർആനിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നീതിയുടെ പക്ഷത്ത് ഉറച്ചു നിന്നുകൊണ്ട് ഉറക്കെ സംസാരിക്കാൻ കെൽപ്പുള്ളവരായിരിക്കണം, ചൂടിപ്പോകേണ്ടവരല്ല. നീതിക്കും സത്യത്തിനു വേണ്ടി പക്ഷം ചേരണം വിശ്വാസികൾ. ഒരു പക്ഷത്തില്ല, ഞങ്ങളൊന്നും അറിയില്ല, ഞങ്ങളെ ബാധിക്കൂല എന്ന നിലപാട് നഖസ ഈമാനുഹു, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല, അങ്ങനെ നിലപാടുള്ളവന്റെ ഈമാൻ ദുർബലമാണ് എന്ന് കൃത്യമായി പണ്ഡിതന്മാർ പഠിപ്പിച്ച ഉദാഹരണങ്ങളും കഴിഞ്ഞ ഖുതുബയിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയുണ്ടായി. തുടർച്ചയായി 2 പാഠങ്ങൾ കൂടി ഈ പാഠഭാഗവുമായി ഖുർആൻ സൂറ അർ-റൂമിന്റെ ആദ്യ ഭാഗത്തെ ചരിത്ര വിശദീകരണവുമായി ബന്ധപ്പെട്ട്, യുദ്ധ വിശകലനവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. 5ാമത് പാഠം, നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവണം, പരമാധികാരം അല്ലാഹുവിനാണ് എന്ന്. പലപ്പോഴും ഈ ബോധ്യം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഹാക്കിമിയത്ത് എന്നാണ് അറബി ഭാഷ. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്, വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപന സൂറ യൂസുഫ്. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്, ഹാക്കിമിയത്ത്, സുപ്രീം സോവറിറ്റി, പരമാധികാരം തമ്പുരാനാണ്. ഈ ആയത്തിൽ അത് ഊന്നി പറയുന്നുണ്ട്. ഇപ്പോൾ പേർഷ്യ ജയിച്ചു, റോമ തോറ്റു. മുമ്പേ അവർ യുദ്ധം ചെയ്യുന്ന കൂട്ടരാ. അപ്പൊ പേർഷ്യ ജയിക്കുന്നതിന് മുമ്പും റോമ തോറ്റതിന് ശേഷവും കാര്യങ്ങളൊക്കെ അള്ളാന്റെ കയ്യിലാ. ഈ ഭാഗത്ത് അള്ളാഹ് പറയുന്നു, ഇല്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദ്, സൂറ അർ-റൂം. മുമ്പും ശേഷവും തീരുമാനാധികാരം അള്ളാന്റെ കയ്യിലാണ്. അപ്പൊ ലോകത്തെ നിയന്ത്രിക്കുന്ന വൻ ശക്തികൾ, അങ്ങനെയാണല്ലോ നമ്മുടെ പത്ര ഭാഷാ പ്രയോഗം, അവരാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പൊ ഇക്കൂട്ടരാണ് തീരുമാനിക്കുന്നത്. അവരാണ് ഇപ്പൊ ഭരിക്കുന്നത്. 10 കൊല്ലം കഴിഞ്ഞ് 15ാം വർഷത്തിലേക്കാണ്. 50 കൊല്ലം ഭരിക്കുന്ന അതിലെ 2ാമൻ നേരത്തെ പറഞ്ഞിരിക്കുന്നു. അതിനുള്ള പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കറിയാം. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ സംവിധാനം, ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ അവരുടെ തീരുമാനപ്രകാരം നടക്കും. സ്ട്രോങ് റൂമുകൾ തുറക്കപ്പെടും, മിണ്ടാതിരിക്കും നമ്മുടെ ആളുകൾ. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കാം കേരളത്തിൽ ഉൾപ്പെടെ. അപ്പൊ ഇതൊന്നും വെറുതെ നടക്കുന്ന കാര്യമില്ല. ഈ തീരുമാനം നടപ്പിലാക്കാൻ അവർ എല്ലാ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴും നമ്മൾ മിണ്ടാതെ കുത്തിരിക്കുകയാണ് എന്ന് വിചാരിക്കാൻ പാടില്ല. അപ്പൊ എല്ലാ കാര്യവും അവരെ കയ്യിലായി. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇതിന്റെ കൂടെ ജീവിക്കന്നെ, അവരെ കൂടെ ഒന്ന് കൊടുക്കാം. നമ്മളും ആ കൊടി ഏറ്റെടുത്താൽ മതിയല്ലോ. കാരണം രാഷ്ട്രീയത്തിൽ ഏത് കൊടിയും ആവാൻ മുമ്പ് നമ്മെ ആരോ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോ ആ കൊടിയും ഈ കൊടിയും നമുക്ക് ശീലമാണ്. ഇനിയിപ്പോ ഈ കൊടിയും കൂടി ആവാം എന്നൊരു സാധാരണക്കാരൻ വിചാരിച്ചാൽ അവനെ നമ്മൾ തന്നെ കുറ്റപ്പെടുത്തും. ഈ ഇസ്ലാമിക നിലപാടിലേക്ക് ഈ ജനതയെ കൊണ്ടുവരാൻ ഇസ്ലാമിക പണ്ഡിത സമൂഹം ഇന്ത്യൻ അവസ്ഥയിലെ, കേരളത്തിലെ അവർക്ക് സാധ്യമാകാതെ വന്നപ്പോ കൊടികൾ തമ്മിൽ എന്താ പ്രശ്നം? നമ്മുടെ പള്ളിയിൽ നമസ്കാരമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഹജ്ജിന് പോകാനും പറ്റുന്നുവെങ്കിൽ ഏത് പാർട്ടിയിലും ആവാം എന്നിടത്തേക്ക് നമസ്കാര തഴമ്പുകാരൻ തീരുമാനമെടുത്ത് ഒരു ഇലക്ഷന്റെ വേളയിൽ അവൻ അപ്പുറത്ത് നിൽക്കുന്ന കാഴ്ച കണ്ട് മൂക്കത്ത് വിരൽ വെക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കണം. ഇതിന് കാരണക്കാർ ഈ പണ്ഡിതന്മാരാണ്. അങ്ങനെയല്ല മുസ്ലിം സമുദായം ആവേണ്ടത്. ഇതൊന്നുമല്ല യാഥാർത്ഥ്യം. ഇതൊക്കെ ഒരു കുറഞ്ഞ കാലത്തേക്കുള്ള ഒരു പ്രഹേളിക മാത്രമാണ്. അതിനപ്പുറത്ത് തമ്പുരാന്റെ കയ്യിലാണ് കാര്യങ്ങൾ. ഇപ്പോൾ കിസ്ര ജയിച്ചു, ഇനിയെല്ലാം കിസ്രയാണ് തീരുമാനിക്കാന്ന് വിചാരിക്കണ്ട. അമ്പേ പരാജയപ്പെട്ട റോം ജയിക്കും അല്ല പറയാ. എന്നിട്ട് അല്ല പറയാ കാര്യങ്ങളൊക്കെ അള്ളാന്റെ കയ്യിലാ. ഇല്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദ്, മുമ്പും ശേഷവും എല്ലാം അള്ളാഹുവിന്റെ കയ്യിൽ തന്നെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് അള്ളാഹുവിന്റെ കയ്യിലാണ് പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം എന്ന ഉറച്ച ബോധ്യം
വിശ്വാസികളായ നമുക്ക് ഉണ്ടാക്കി തരികയാണ് ഈ സൂറ അർ-റൂമിലെ ഈ സൂക്തം. അള്ളാഹു പറയുന്നു, സൂറ ആൽ-ഇംറാൻ 54-ാം വചനം, അലാ ലഹുൽ ഖൽഖു വൽ അംർ. അലാ, നിങ്ങൾ അറിയണം, വിശ്വാസികളായ ഞാൻ നിങ്ങൾ ശരിക്കും അറിഞ്ഞ് ഉൾക്കൊണ്ട് തിരിച്ചറിവോടെ അതൊരു ബോധ്യമായി ഹൃദയ മസ്തിഷ്കത്തിൽ വേര് പിടിപ്പിക്കണം. എന്താണ് ആ ബോധ്യം? അലാ, നിങ്ങൾ അറിയണം, ലഹുൽ ഖൽഖ്, അള്ളയാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചം അവനാണ് സൃഷ്ടിച്ചത്. മനുഷ്യനെ അവനാണ് സൃഷ്ടിച്ചത്. വിവിധ ഭൂപ്രദേശത്ത്, വിവിധ സ്റ്റേറ്റിൽ, വിവിധ രാഷ്ട്രങ്ങൾ, വിവിധ ദേശ രാഷ്ട്ര അതിർത്തികൾ, വിവിധങ്ങളായ മനുഷ്യർ, അവിടെ വൈവിധ്യങ്ങളായ ജീവിത അവസ്ഥകൾ, അവിടെ വൈജ്ഞാനികമായ മികവിന്റെ ഉയർച്ച താഴ്ചകൾ, ഇതൊക്കെയാണ് ഈ ലോകം. അതൊക്കെ സൃഷ്ടിച്ചത് അള്ളയാണ്. അലാ ലഹുൽ ഖൽഖ്, അവനാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. വൽ അംർ, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് അവൻ തന്നെയാണ്. അതങ്ങനെ സൃഷ്ടിച്ചിട്ട് വെറുതെ വിട്ട് അങ്ങനെ ഇവരെന്തൊക്കെയോ കളിക്കുന്നു. ആരോ മുമ്പ് പറഞ്ഞതുപോലെ ദൈവം കളി കണ്ടുകൊണ്ടിരിക്കുന്നു, അങ്ങനെയല്ല. അതിനൊരു ക്രമവും വ്യവസ്ഥയും വെച്ചിട്ട് നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, അള്ളാഹു പരമപരിശുദ്ധനാണ്. തബാറകല്ലാഹ്, അള്ളാഹ് എത്ര ഉന്നതനാണ്, അത്യുന്നതനാണ് അവൻ. അവൻ എത്ര അനുഗ്രഹമുടയവനാണ്. റബ്ബുൽ ആലമീൻ, അവൻ ലോകരക്ഷിതാവാണ്. അവന്റെ കയ്യിലാണ് കാര്യങ്ങളെന്ന ബോധ്യം നമുക്കുണ്ടാണ്. മുഖദ്ദിമയിൽ ഓതി വെച്ച സൂക്തം അവിഷേകമായ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്ന സൂക്തമാണ് സൂറ അംഫാൽ, ബദർ യുദ്ധത്തിന്റെ പശ്ചാത്തലം. അപ്പോ അള്ളാഹു പറയാണ്, നിങ്ങൾ ആ ഘട്ടത്തിൽ സഹായം അർത്ഥിച്ചു. കാരണം മുസ്ലിം ലോകം ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്, ബദറിന്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുക. കച്ചവട സംഘത്തെ തേടിപ്പോയവർ ഇപ്പതാ യുദ്ധരംഗത്തെത്തിയിരിക്കുന്നു. അള്ളാഹ് എത്തിച്ചതാ. എണ്ണം കുറവാ, ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് ഇത് റബ്ബക്കും, നിങ്ങളൊക്കെ കൂടി നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടി സന്ദർഭം നിങ്ങൾ ഓർക്കുക, നമ്മളെ ഓർമ്മിപ്പിക്കുക ആ ചരിത്രം. അങ്ങനെ ഫസ്തജാബലക്കും, അപ്പൊ അള്ളാഹ് നിങ്ങൾക്ക് ഉത്തരം നൽകിയില്ലേ? അന്ന് വഹിയുള്ള പ്രവാചകരോട് ഉത്തരം കിട്ടി. ഇന്ന് വഹിയുള്ള പ്രവാചകം ഇല്ലാത്തത് കൊണ്ട് പലതിന്റെയും ഉത്തരം കിട്ടില്ല. പക്ഷെ സംഭവം നടക്കുന്നുണ്ടാവും. ഫസ്തജാബലക്കും, അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെ 1000 മലക്കുകളെ അയച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുന്ന. അങ്ങനെ 313 പോരാളികൾ, 13 14, അവരുടെ കൂടെ യുദ്ധത്തിൽ ഐതിഹാസികമായ വിജയത്തിന് കാരണമായി തമ്പുരാന്റെ പടയാളികൾ മലായികത്ത് റഹിമഹുല്ലാഹ്. അങ്ങനെയാണ് ബദറിന്റെ വിജയം. അതിനെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹ് പറയാം, വമാ ജഅലഹുല്ലാഹു ഇല്ലാ ബുശ്റാ, ഇതൊക്കെ അല്ലാഹ് നിങ്ങൾക്ക് തരുന്നതും അറിയിച്ചു തരുന്നതും. അന്നത് നൽകി ഇന്ന് അറിയിക്കുകയാണ്. നമ്മളത് വായിച്ചുകൊണ്ടിരിക്കുക. അന്ന് നമ്മളില്ല, നമ്മൾ ബദറിൽ പങ്കെടുത്തവരല്ല, അതിന്റെ സാക്ഷികളുമല്ല. പക്ഷെ നമ്മളും ശേഷക്കാർ വായിക്കാം. അതുകൊണ്ട് വമാ ജഅലഹുല്ലാഹു ഇല്ലാ ബുശ്റാ, ഇതൊക്കെ നിങ്ങൾക്ക് സന്തോഷ വാർത്തകൾ അല്ലാഹ് നിശ്ചയിച്ച കാര്യങ്ങളാ. അള്ളാഹുവിന്റെ സഹായം അങ്ങനെയാണ്, അതിൽ ഉറച്ച ബോധ്യം. അവിടുന്ന് ഗസയില് ഇസ്രായേൽ തേരോട്ടം നടത്തുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുക. അപ്പൊ ഒരു ജൂത റബ്ബി പറയാണ്, നിങ്ങൾ വായിച്ചോന്നറിയില്ല, വലിയ സംവിധാനമാണ് മർക്കോവ ടാങ്കുകൾ, അങ്ങനെയാണ് പറയുന്നത്. ലോകത്തുനിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ സംവിധാനം. ആ ടാങ്കിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് 1 മുഴം നീളമുള്ള റോക്കറ്റ് എറിഞ്ഞിട്ടു ഈ ഫിലസ്തീൻ പോരാളി പിറകോട്ട് പോകുന്നു. ആ ടാങ്ക് അപ്പാടെ തകർന്ന് തരിപ്പണമാകുന്നു. പെറുക്കിയെടുക്കാൻ പിന്നെ സ്ക്രാപ്പ് മാത്രം. അപ്പൊ ഈ കാഴ്ച കണ്ടിട്ട് ജൂതർബി പറയാം, ഇവരുടെ കൂടെ വേറെ ആരും യുദ്ധം ചെയ്യുന്നുണ്ടെന്ന. അതാണ് തമ്പുരാന്റെ സഹായം. നമുക്കത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് നമ്മൾ ഖുർആൻ ഇങ്ങനെ വായിക്കാൻ ശ്രമിച്ചില്ല എന്നതുകൊണ്ടാണ്. ആ ദുർബലരുടെ പോരാട്ടത്തിൽ ഈ വൻ ശക്തി അടപടലം പരാജയപ്പെടുന്നു എന്നൊരു യാഥാർത്ഥ്യമായിരിക്കും. ലോകം അങ്ങനെ വിലയിരുത്തുന്നത്. അവരുടെ കയ്യിലെ ആയുധം വളരെ ദുർബലമാണ്. നേർക്ക് നേരെ ഒരു രാസപദാർത്ഥവും അങ്ങോട്ട് കടത്താൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അവിടുത്തെ കൃഷിക്കിടുന്ന രാസവളങ്ങളാണ്. ആ രാസവളത്തിൽ നിന്ന് നല്ല കഴിവുള്ള ഫിലസ്തീൻ മക്കൾ, അവിടെ വൈജ്ഞാനിക മികവ് ഏറെ പഠിക്കേണ്ടതാണ്. അതിന്ന് മൂലകങ്ങളെ വേർതിരിച്ചെടുത്ത് അവർ സ്ഫോടക സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണ്. അത്രയും ബുദ്ധി, വൈജ്ഞാനിക മികവ് അവർക്കുണ്ട്. അവരോട് കടപിടിക്കാൻ നമ്മുടെ മക്കളൊന്നും എത്തൂല. അതിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും. അങ്ങനെ പോരാടുമ്പോൾ അവിടെ ഇതാ ഒരു ശക്തിയുണ്ട് അവിടെ കൂടെ എന്ന് അപ്പുറത്ത് ജൂത റബ്ബിക്ക് പറയാൻ പറ്റുന്നു. പക്ഷെ നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്കിപ്പോഴും ഖുർആനിൽ അങ്ങനെ അങ്ങ് വിശ്വാസം വന്നിട്ടില്ല. ഞാൻ എന്നെ കുറിച്ച് പറയാൻ വിചാരിച്ചാൽ മതി, നിങ്ങളെ കുറിച്ചല്ല.
നമുക്കിത് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം നമ്മളൊരു മുൻവിധിയോടെയാണ് ഇപ്പോഴും ഇസ്ലാമിനെ സമീപിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹ് പറ, ഈ സന്തോഷങ്ങൾ, അള്ളാഹിന്റെ സഹായം സംഭവിക്കുന്നു, ഇന്നും ലോകത്ത് സംഭവിക്കുന്നു എന്ന കാര്യം നിങ്ങൾ അറിയണം. അങ്ങനെയാണ്. എത്ര കരുത്തോടെയാണ് ആ സംഗതി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വൻ ശക്തി സകല സന്നാഹം കൊണ്ടുപോയി ഇറാനിൽ ചൊരിയുന്നു. ആ വൻ ശക്തിക്ക് ഈരിക്കപ്പൊറുതിയില്ലാതെ അത്ഭുതകരമായ സംവിധാനങ്ങൾ ലോകത്ത് മിസൈലായിട്ട് വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. എത്ര വർഷ ഉപരോധത്തിൽ കടന്ന രാജ്യമാണത്? എങ്ങനെ സാധ്യമാകുന്നു? ആരാണ് ഇതിന്റെ കരുത്ത്? എവിടെയാണ് പ്രചോദനം? പ്രചോദനം ഇസ്ലാമാണ്, ഖുർആനാണ്. അവിടെ ഏത് വിഭാഗമാവട്ടെ, അതിന്റെ മറ്റു വിഷയങ്ങൾ തൽക്കാലം ചർച്ച പിന്നീട് മാറ്റിവെക്കുക. പക്ഷെ ആ കരുത്ത് വല്ലാത്തൊരു കരുത്ത് ഇസ്ലാമിനെ അത് നൽകാൻ സാധിക്കും. അതുകൊണ്ട് വമാ ജഅലല്ലാഹു ഇല്ലാ ബുശ്റാ വലിതത്മഇന്ന ബിഹി ഖുലൂബുക്കും, ഈ സന്തോഷങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ സമാധാനം നൽകും. അപ്പൊ നമുക്ക് വലിയൊരു സമാധാനം. നടക്കുന്നത് അന്യായമാണ് ലോകത്ത്, പക്ഷേ തമ്പുരാനെ നീ വലിയവനാ. കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് സാധ്യമാകുന്നു. ആ വലിയ ശക്തിയുമായിട്ട് ഇങ്ങനെ പോരാടിക്കാൻ കഴിയുന്നു, അതിനോട് ഇങ്ങനെ മുഖാമുഖം നിൽക്കാൻ പറ്റുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല സമാധാനം കിട്ടും. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, അള്ളാഹിന്റെ സഹായമല്ലാതെ മറ്റൊരു സഹായമില്ലെന്ന ഉറച്ച ബോധ്യവും നമുക്ക് സാധ്യമാകും. കാരണം ഇന്നല്ലാഹ അസീസുൻ ഹകീം, അള്ളാഹു ഏറെ പ്രതാപവാനും യുക്തിജ്ഞനുമാണ്. ഈ വിഷയത്തെ വിശുദ്ധ ആയത്തുകൾ വെച്ചുകൊണ്ട് വലിയ കൃത്യമായ ലേഖനങ്ങളായി ഇന്ന് ആധുനിക ലോകത്ത്, മുസ്ലിം ലോകത്ത് വായിക്കാൻ നമുക്ക് കിട്ടും. അതിലെ ഉദാഹരണങ്ങളാണ് ഇവിടെ മുമ്പിൽ വെച്ചത്. അപ്പൊ ഈ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് സഹായം എന്ന ഉറച്ച ബോധ്യത്തോടെ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാൻ വിശ്വാസികൾക്ക് കഴിയണം. ആറാമത് പാഠം, ഈ ആയതെന്ന പാഠം വിശുദ്ധ ഖുർആന്റെ പ്രവചനങ്ങളും അതിന്റെ ഭൂമിശാസ്ത്രപരമായ ശാസ്ത്രീയമായ വസ്തുതകളെ കുറിച്ചുള്ള വിവരണങ്ങളുമാണ്. ഇവിടെ ഒരു ഭൂമിശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. കുലിബത്തിൽ റോമ പരാജയപ്പെട്ടിരിക്കുന്നു. ഫി അദ്നൽ അർള്, നിങ്ങളുടെ അടുത്ത പ്രദേശം എന്നർത്ഥം പറയാം. അറബി ഭാഷ അതിനാണ് അടുത്തത് എന്നർത്ഥം. ഫി അദ്നൽ അർള് എന്നതിന് ശരിയായ അറബി ഭാഷ പ്രയോഗം ഏറ്റവും ഭൂമി ഏറ്റവും താഴ്ന്ന പ്രദേശത്തു നിന്നാണ്. അന്ന് ജോഗ്രഫി ഒന്നും വളർന്നിട്ടില്ല, ഭൂമിശാസ്ത്രം. പിന്നീട് ജോഗ്രഫി എല്ലാ ശാസ്ത്രശാഖയും വളർന്നു. ബഹ്റുൽ മയ്യിത്ത്, ഡെഡ് സീയുടെ പരിസരത്തായി ഇത് നടന്നു. അന്ന് കാലത്ത് ഏറ്റവും ഭൂമുഖത്തെ ഏറ്റവും താഴ്ന്ന, സമുദ്രത്തിന്റെ ഏറ്റവും താഴ്ന്ന സ്ഥലമാണ് ഡെഡ് സീയുടെ പ്രദേശം. അതാണ് അദ്നൽ അർള്. അതുകൊണ്ട് ഭൂമിശാസ്ത്രപരമായ ഒരു വസ്തുതയെ ഈ തലക്കെട്ടാണ് അതിന് പണ്ഡിതന്മാർ നൽകിയ തലക്കെട്ട്. ഇതാ ഈ വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതയും അതിന്റെ ശാസ്ത്രീയമായ വൈജ്ഞാനിക മികവും കാണിക്കുന്ന ഒരു അടയാളമാണിത്. ആറാമതായിട്ട് ഈ യാഥാർത്ഥ്യമാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇങ്ങനെ കുറെ പാഠങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന 7 കൂടിയ ആയത്തുകൾ, 1 മുതൽ 7 കൂടിയ സൂറത്ത് റൂമിന്റെ ആയത്തിലൂടെ പഠിക്കുക. നിങ്ങൾ ഇങ്ങനെ അങ്ങ് വിഷയത്തെ കണ്ടു നോക്കൂ. നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതിപ്പോകും, അർത്ഥവും പറഞ്ഞിട്ട് പോകും. പിന്നെ അടുത്ത ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഈ പറഞ്ഞ വസ്തുതയുടെ ഉള്ളടക്കത്തെ മനസ്സിലാക്കിയുള്ള ഹൃദയ മസ്തിഷ്കത്തെ വിചലിപ്പിക്കുന്ന അവസ്ഥയിൽ തുറന്ന ആയത്തുകൾ വായിക്കാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് വിശുദ്ധ ഖുർആന്റെ ഇജാസുൽ ഖുർആൻ, അതിന്റെ അമാനുഷികത, അതിന്റെ ഗൈബിയാത്ത്, അദൃശ്യങ്ങൾ, അതിന്റെ വൈജ്ഞാനികമായ കൃത്യത, അതിന്റെ ശാസ്ത്രീയമായ മികവ്, അതിന്റെ തത്വശാസ്ത്രപരമായ അതിന്റെ തികവ്, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ നോർമലി ഒരു വായനയോടെ പോവാം. അങ്ങനെയല്ല ഖുർആൻ വായിക്കേണ്ടതെന്നാണ് ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിലൂടെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായ തിരിച്ചറിവ് മുസ്ലിം ലോകത്ത് നൽകുന്ന ഒരു സംഭവഗതിയായിട്ടാണ് ആ യുദ്ധത്തിന്റെ ചരിത്ര വിശകലനത്തെ ഇന്നും ഖുർആനിൽ വായിക്കുന്ന ഭാഗത്ത് അള്ളാഹു രേഖപ്പെടുത്തി. ശേഷം എന്താ സംഭവിച്ചത് അതുകൂടി പഠിക്കാം. അങ്ങനെ ഇപ്പോ പ്രവാചകൻ തിരുനബിയും അനുചരന്മാരും മദീനയിൽ ഹിജ്റ 2-ാം വർഷം ബദറിൽ വിജയിച്ചു. ഇതാ റോമും ജയിച്ചു. ഈ പ്രവചനം സംഭവിച്ചു. പിന്നീട് ഹിജ്റ 5-ാം വർഷം ഖന്തഖ് യുദ്ധം ഉണ്ടായി. അഹ്സാബ് സഖ്യസേന മൊത്തം ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഒത്തുകൂടി. വലിയൊരു സഖ്യസേന, ഇന്നും ലോകത്ത് സഖ്യസേനയുണ്ട്. ജൂത സൈനിസവും ക്രൈസ്തവതയും ഇന്ത്യൻ സംഘപരിവാരവും എല്ലാം ചേർന്ന് സഖ്യസേന ലോകത്ത് ഇസ്ലാമിന് നേരെ ഉണ്ട്. അതുകൊണ്ടായിരിക്കണം സൂറ അൽ അഹ്സാബ് സഖ്യസേനയെ കുറിച്ച് തലക്കെട്ട് കൊടുത്ത അധ്യായം തന്നെ ഉണ്ടായത്. അതുകൊണ്ട് ഈ സഖ്യസേന മദീനയെ വളഞ്ഞു, കിടങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് പാറ പൊട്ടാത്ത അവസ്ഥ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതാണ്. തിരുനബി പറഞ്ഞു, ഇസ്ര ഇങ്ങനെ തകർന്ന് തരിപ്പണമാകും, കൈസർ ഇങ്ങനെ തകർന്ന് തരിപ്പണമാകും, യമൻ ഇങ്ങനെ തകർന്ന് തരിപ്പണമാകും.
പാറ പൊട്ടിക്കാവൂ, ആമറെടുത്ത് റസൂലുള്ളാഹി തന്നെ മേടിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ തുണ്ടം തുണ്ടമായി പൊട്ടിത്തകരാം. അത് ഹിജ്റ 5-ാം വർഷം. പിന്നീട് ഹിജ്റ 7-ാം വർഷം. അപ്പോ ഹിജ്റ 2-ാം വർഷത്തിൽ റോമ ജയിച്ചു, പേർഷ്യ തോറ്റു. ഇപ്പൊ പേർഷ്യ തോറ്റിരിക്കുക, റോമ ജയിച്ചിരിക്കുക. ലോകത്തെ വൻ ശക്തി റോമയാണ്. മുമ്പത്തെ വൻ ശക്തി കിസ്ര തോറ്റിരിക്കുക. ഇതൊക്കെ ചരിത്ര പാഠങ്ങളാണ്. ഹിജ്റ 7-ാം വർഷം റസൂലുള്ളാഹി കത്തുകൾ എഴുതി. ആർക്ക്? റോമ ചക്രവർത്തിമാർക്ക്, കൈസർമാർക്ക്, കിസ്ര ചക്രവർത്തിമാർക്ക്, പേർഷ്യൻ ചക്രവർത്തിമാർക്ക്, തൊട്ടടുത്ത രാജ്യത്തെ എല്ലാവർക്കും കത്തുകൾ എഴുതി. കത്തെഴുതിയ കൂട്ടത്തിൽ കിസ്ര രാജാവ് റസൂലുള്ളാഹി കത്തെഴുതി. തിരുനബി കത്തെഴുതിയിട്ട് തന്റെ സഹാബിയായ ഒരു സഹാബിയുടെ കയ്യിൽ ആ കത്ത് കൊടുത്തയച്ചു. അബ്ദുല്ലാഹിബ്നു ഹുദൈഫ അസ്സഫമി എന്ന് പറയുന്ന റളിയല്ലാഹുവിന്റെ അടുത്താണ് കൊടുത്തയച്ചത്. സാധാരണ ഒരു ഭരണാധികാരി, മദീനയിലെ ഭരണാധികാരിയാണ് റസൂലുള്ള. അങ്ങനെ പറയാനൊക്കെ നമുക്കിപ്പോൾ പേടിയാണ്. കാരണം രാഷ്ട്ര സംവിധാനത്തിലെ ഭരണാധികാരി കൂടെ റസൂൽ എന്ന് പറയാൻ പേടിയുള്ള മുസൽമാന്മാർ ജീവിച്ചു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയിൽ. സംഘപരിവാരത്തിന്റെ കാലത്ത് പ്രത്യേകിച്ചു എല്ലാം ഭയപ്പാടിന്റെ ആളുകളാണ്. റസൂലുള്ളാഹി ആകുന്ന ഭരണാധികാരി കിസ്രയിലെ ഖുസ്രു രണ്ടാമന് കത്തെഴുതിയിരിക്കുക. ചക്രവർത്തിക്ക് ഈ ഭരണാധികാരി കത്ത് കൊണ്ടേ കൊടുത്തു. സാധാരണ ചക്രവർത്തിമാരുടെ ഭരണാധികാരി ദൂതന്മാരും എന്ന് അവരെ മാനിക്കണം എന്നാണ് നിയമം. കത്ത് വായിച്ചു. കത്ത് നല്ല അറബി ഭാഷയിൽ തികവോടെ എഴുതിയ കത്താണ്. ആ കത്ത് ഉദ്ധരിക്കുന്നത് നമ്മൾ എത്ര ഭീരുക്കളാണെന്നും എത്ര കരുത്തോടെയാണ് ഇസ്ലാമിലെ പ്രവാചകൻ സംസാരിച്ചത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഭീരുത്വമാണ് നമ്മുടെ അടയാളമെങ്കിൽ ആ ഭീരുത്വമല്ല ഇസ്ലാം എന്ന് മനസ്സിലാക്കി റസൂലുള്ളാഹി കത്തെഴുതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കത്തിന്റെ തുടക്കം മിൻ മുഹമ്മദിൻ റസൂലുള്ളാഹി ഇലാ കിസ്ര അലീം ഫാരിസ്. പേർഷ്യയിലെ ചക്രവർത്തിയായ കിസ്രക്ക് മുഹമ്മദ് റസൂൽ എഴുതുന്ന കത്ത്. സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദാ. ഈ സന്മാർഗൻ പിൻപറ്റിയവർക്ക് സമാധാനം. വആമന ബില്ലാഹി വറസൂലി. ആർ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്നു അവർക്ക് സമാധാനം. വശഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. അല്ലാഹു അല്ലാതെ ഇലാഹിനാണ്, ഏകനാണെന്ന് പങ്കുകാലെന്ന് ആര് സാക്ഷ്യം വഹിക്കുന്നു അവന് സമാധാനം. വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇതൊക്കെ മുഖദ്ദിമയിൽ കേൾക്കുന്ന ആളുകളാണ് നമ്മൾ. ഖുതുബയുടെ പ്രസംഗത്തിന്റെ മുഹമ്മദ് റസൂൽ അല്ലാഹുവിന്റെ ദൂതനാണെന്ന് സാക്ഷ്യം വഹിക്കുന്ന സമാധാനം. കത്തിന്റെ ആമുഖം അങ്ങനെയാണ്. ഇതിന്റെ മർമ്മഭാഗം, കത്തിന്റെ ഉള്ളടക്കത്തിന്റെ മർമ്മം, അദ്ഉക ബിദാഇയത്തില്ല. അള്ളാഹുവിന്റെ സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുന്നു. അള്ളാഹുവിന്റെ ദീനിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുന്നു. ഫഇന്നി, കാരണം അന റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്. റസൂലുള്ളാഹി ഇലന്നാസി കാഫ, മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള ദൂതനാണ്. ഇസ്രായേലിലെ ആളുകൾക്കും കൈസറിന്റെ ആളുകൾക്കും യമനിലെ ആളുകൾക്കും ഇന്ത്യ ആളുകൾക്കും ലോകത്തുള്ള എല്ലാവർക്കുമുള്ള ദൂതനാണ് ഞാൻ. ജീവസുറ്റ മനസ്സുകൾക്ക് മുന്നറിയിപ്പുകളെ ഉൾക്കൊള്ളാൻ അവസരം ഉണ്ടാക്കാനും നിഷേധികൾക്ക് അള്ളാഹുവിന്റെ വചനം സത്യമായി കാണിച്ചു കൊടുക്കാനും വേണ്ടി നിയുക്തനായാണ് ഞാൻ. അത് വല്ലാത്തൊരു വാർത്തയാണ്. നമ്മൾ പലപ്പോഴും വിചാരിച്ചു പോകും, ഇന്ത്യ അക്രമം കാണിക്കുന്ന മനുഷ്യരോട് ഇങ്ങനെ ഒരു വർത്തമാനം പറയാൻ ഒരാൾ നമ്മുടെ ഇവിടെ ഇല്ലാതെ പോയല്ലോ എന്ന്. കഴിഞ്ഞില്ല, അടുത്ത വർത്താനം എന്താ? അതുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കണം, എങ്കിൽ നിനക്ക് സുരക്ഷിതമായിരിക്കാം. നീ വിധേയപ്പെടണം, എങ്കിൽ നീ രക്ഷപ്പെടും. ഇത് ഇത്തിരി കടന്ന വർത്താനാണ്. അങ്ങനെ കുറച്ച് കടന്ന വർത്തമാനങ്ങളൊക്കെ പറഞ്ഞൊരു പ്രവാചകനായി പ്രവാചകൻ ഇന്നിങ്ങനെ സൂചിപ്പിക്കുകയാണ്. ആ മേലാളൻ വരുമ്പോ ഒരു അറബി രാജാവ് ഫ്ലൈറ്റ് കൊടുക്കുന്നു സമ്മാനായി. പിന്നെ ആ മേലാളൻ വരും, മറ്റേ അറബി കുറെ സ്വർണത്തില് എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ട് കെട്ടുകണക്കില് സ്വർണ്ണ കട്ടികൾ കൊടുക്കുന്നു. ഓരോരുത്തരും സുഖിപ്പിച്ച് ഈ ധിക്കാരിയെ ഞാനാണ് ലോകം, ഞാനാണ് രാജാവ് എന്ന് വിചാരിക്കുന്ന, അങ്ങനെ നിഗളിക്കുന്ന, അന്നാട് 70% മനുഷ്യരും വെറുക്കുന്ന ഒരു ഭരണാധികാരി. അങ്ങനെയാണ് പുതിയ സർവേ. ട്രംപിനെ അവിടുത്തെ 70% യുവാക്കളും വെറുക്കുന്നു. അങ്ങനത്തെ ഒരു ഭരണാധികാരി സുഖിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന നാണക്കേടിന്റെ പേരാണ് പുതിയ കാലത്ത് അറബ് ഇസ്ലാമിക ലോകം. ഇവിടെ ഒരു ഭരണാധികാരി സംസാരിക്കുക, അസ്ലിം തസ്ലം, നീ ഇസ്ലാം സ്വീകരിക്കണം, എങ്കിൽ നീ രക്ഷപ്പെടും. ഇനി നീ വിസമ്മതിക്കുകയാണെങ്കിൽ നിന്റെ നാട്ടിലെ അഗ്നി ആരാധകർ, ഈ ബഹുദൈവ ആരാധകർ,
പേർഷ്യയിലെ ബഹുദൈവ ആരാധകർ, അവരുടെ മുഴുവൻ പാപവും അലൈക്ക, നിന്റെ മേലായിരിക്കുന്ന. സംഘപരിവാരം ഭരിക്കാൻ തുടങ്ങിയപ്പോ പശുവിന്റെ മൂത്രം ഔന്നിത്യമുള്ളതും പാല് ഉള്ളിൽ ഒടുക്കേണ്ടതായിട്ട് മാറി, ചാണകത്തിന്റെ വെറൈറ്റി ഈറ്റബിൾ സാധനങ്ങളായിട്ട് നിന്നു. എവിടെയും ജയിശ്രീരാം വിളിച്ച് ആരെയും തല്ലിക്കൊല്ലാന്ന് വന്നു, പശുവിന്റെ അക്രമം ചെയ്യാന്ന് വന്നു. ഇങ്ങനെയൊക്കെ പലതും നടന്നുകൊണ്ടിരിക്കുക കൊല്ലങ്ങളായിട്ട്. ഈ ഭരിക്കുന്ന കക്ഷികളോട് ഈ ആളുകളെ ഇങ്ങനെ കയറൂരി വിട്ടാൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനക്കനുസൃതമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതെ ഇവിടെ ജീവിക്കാൻ അർഹതപ്പെട്ട മനുഷ്യർക്ക് ജീവിക്കാൻ അർഹതയില്ലാത്ത അവസ്ഥ ഉണ്ടാക്കി തീർത്താൽ ഈ സംഘപരിവാര പശുപൂജകളുടെ സകല പാപങ്ങളും നിന്റെ തലയിലായിരിക്കുന്നു അവന്റെ മുഖത്ത് നോക്കി പറയാൻ നമുക്ക് സംഘടനാ നേതാക്കന്മാരില്ലാതെ പോയി, നമുക്ക് പണ്ഡിതന്മാരില്ലാതെ പോയി, ഭരണാധികാരില്ലാതെ പോയി. അപ്പൊ യു പിയിലും ഉത്തരേന്ത്യയിലൊക്കെ നമ്മന്റെ ആളുകളുടെ കൊടി പിടിക്കുന്നവർ സിന്ദാബാദ് വിളിക്കുമ്പോൾ ജയ് ശ്രീറാം കൂടി വിളിച്ചിട്ടാപ്പം രാഷ്ട്രീയ പ്രകടനം നടത്തുക. അത്രത്തോളം തരം താണ് പോയി കൂട്ടാൻ നമ്മെ കുറിച്ച് പറയുക. അപ്പോ ആർജവത്തോടെ സംസാരിക്കുന്ന ഉലമാക്കളും ഉമറാക്കളും ഉണ്ടാവണം ഇസ്ലാമിൽ. അത് ഇസ്ലാമിലെ പ്രവാചകന്റെ ചര്യയാണ്. പ്രവാചകന്റെ ജീവിതത്തിലെ ഈ വലിയ ഒരു പാഠത്തെ മാറ്റി നിർത്തിയിട്ട് അതിന്റെ ചെറിയ ഭാഗം കൊണ്ട് ഓടാൻ ശ്രമിക്കുന്നവർ അറിയണം, ഈ സൂറത്തുകളും നിങ്ങളെ വിടില്ല. ഇത് ഖുർആനിൽ വായിച്ചുകൊണ്ടിരിക്കെ നേരെ ചരിത്രം വായിക്കാൻ അർഹതയുള്ള എല്ലാവർക്കും ഇത് വായിച്ചെടുക്കാം. നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട് ഈ ആയത്ത്, അതിന്റെ വിശദ ചരിത്ര പശ്ചാത്തലം. നിങ്ങൾ ഒരു പണ്ഡിതന്റെയും മുഖത്ത് പോയിരിക്കേണ്ട കാര്യമില്ല. ഇന്ന് വിജ്ഞാനം അത്രമേൽ വിശാലമാണ്. വിജ്ഞാനത്തെ, അറിവിനെ ഭയപ്പെടരുത്. ഇതൊക്കെ പറയാതിരിക്കുക, ചെയ്യാതിരിക്കുക, എന്നിട്ട് നമ്മുടെ ആളുകൾ നടത്തുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് കുതിരയുടെ കണ്ണ് കെട്ടിയതുപോലെ ജീവിക്കുന്ന ഒരു സമുദായത്തിന് മണ്ണിൽ കാലുറപ്പിക്കാൻ കഴിയില്ല. അവർക്ക് തമ്പുരാന്റെ ശിക്ഷ വന്നു ഭവിക്കാതിരിക്കില്ല. ആ ശിക്ഷയെ തടയാൻ നമ്മുടെ നമസ്കാര തഴമ്പുകളോ ദിക്റുകളോ മതിയാവില്ല. അതുകൊണ്ട് ഈ കത്തങ്ങ് അയച്ചു. കത്ത് വായിച്ച കിസ്റ ധിക്കാരം കൊണ്ട്, അഹങ്കാരം കൊണ്ട് ആ സദസ്സിൽ ഇവിടെ കത്തിങ്ങനെ കീറി കീറി കഷ്ണങ്ങളാക്കിയിട്ട് മുകളിലേക്ക് അങ്ങ് എറിയും. ദൂതൻ തിരിച്ചു വന്നു തിരുവനന്തപുരം അടുക്കൽ മദീനയിൽ സംഭവിച്ച കാര്യം പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞ വാചകം നിങ്ങൾ ഓർത്തു വെക്കുക. ഞാൻ അത് പറയാനാ ഈ ചരിത്രമാണ്. മസ്സക കിതാബി മസ്സകല്ലാഹു മുൽക. മസ്സക കിതാബി, എന്റെ കത്തവൻ കീറിക്കളഞ്ഞു അല്ലേ, എങ്കിൽ മസ്സകല്ലാഹു മുൽക, അവന്റെ അധികാരത്തെ, രാഷ്ട്രത്തെ അല്ല ഇതുപോലെ ചിഹ്ന ഭിന്നമാക്കുന്ന ഒരു പ്രവാചകൻ രാഷ്ട്രീയം പറയാ. രാഷ്ട്ര സംബന്ധിയായ കാര്യം രാഷ്ട്രീയം, നിങ്ങളുടെ ഈ തെരുവ് രാഷ്ട്രീയമല്ല ഇത്. ഇതാണ് രാഷ്ട്രീയം. ഖുർആൻ രാഷ്ട്രീയം പഠിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം പഠിപ്പിക്കുന്നത്. തിരുനബി അങ്ങനെ തന്നെ പറഞ്ഞു. ആ പറഞ്ഞ വർത്തമാനം ഹിജ്റ 7-ാം വർഷത്തിലാണ് തിരുനബി വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയായി, ഖലീഫ ഇസ്ലാം. അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് ഖാലിദ് അലി റളിയല്ലാഹു തആല സൈനിക നായകനായി പേർഷ്യയിലേക്ക് യുദ്ധം നയിച്ചു ഇസ്ലാം. ഇതിനിവിടെ കത്ത് കീറിക്കളഞ്ഞ ഭരണാധികാരികളിലേക്ക്. ആ ആദ്യ ശ്രമത്തിൽ പേർഷ്യയുടെ പരിസരത്തെ പ്രദേശങ്ങൾ ഇസ്ലാമിന് വിധേയമായി. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വഫാത്തായി. ഉമറുൽ ഫാറൂഖ് എന്ന ഖലീഫയാണ്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ സൈനിക നായകനാക്കി വലിയൊരു സൈന്യത്തെ ഈ പറയുന്ന പേർഷ്യയിലേക്ക് പറഞ്ഞയച്ചു. ഖാദിസിയ യുദ്ധം ചരിത്രം പഠിക്കണം നിങ്ങൾ. ആ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പറയുന്ന കിസ്രയുടെ സൈനിക നായകൻ റുസ്തം സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളുടെ ഒരാളെ പറഞ്ഞയക്കൂ ഒരു സംഭാഷണത്തിന് വേണ്ടി. അങ്ങനെ റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ലിബിയുന ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞയച്ചു. ലിബിയുന ആമിർ റളിയല്ലാഹു തആല അൻഹു റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന പോക്ക് ചരിത്രം പറഞ്ഞു. നിങ്ങളത് വായിച്ചാൽ നിങ്ങളിങ്ങനെ രോമാഞ്ചകം ചുവമണി. മുത്തുകളും രത്നങ്ങളും പതിച്ച ആർഭാടമുള്ള അദ്ദേഹത്തിന്റെ സൈനിക ടെന്റിലേക്ക് വില കൂടിയ പരവതാനികൾ വിരിച്ച് കാവൽക്കാരെ നിർത്തിയിട്ട് അങ്ങോട്ട് നായകൻ അടുക്കലേക്ക് എത്താൻ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടുന്ന ആ സംവിധാനത്തിലേക്ക് ഉയർന്ന ഒരു സിംഹാസനത്തിൽ വെഞ്ചാമരം വീശുന്ന കിങ്കരന്മാരെ നിർത്തി വലിയ വലിയ മേത്തരം
തലയണകളും അതുപോലെ തന്നെ ചാരുവടികൾക്കുള്ള ഒരു ഇരിപ്പിടത്തിൽ തന്റെ സൈന്യാധിപന്മാർ ഇരിക്കുന്ന വേദിയിലേക്ക് ലിബിന് ആമിർ റളിയല്ലാഹു തആല അൻഹു എന്ന ഇസ്ലാമിലെ സൈനികനായ മെലിഞ്ഞുണങ്ങിയ മനുഷ്യൻ കയറി ചെല്ലുകയാണ്. ഒരു ചെറിയ കുതിരപ്പുറത്ത് ഒരു കുന്തം കയ്യിലെടുത്തു. ഒരു മുഷിഞ്ഞ വസ്ത്രമാണ്, ഒരു പടച്ചട്ടയുമുണ്ട്. അങ്ങനെ കൊട്ടാരത്തിന്റെ മുമ്പിലേക്ക് അങ്ങ് ചെല്ലുമ്പോ ഇദ്ദേഹത്തിന്റെ ആർജവത്തിന്റെ നടത്തം കണ്ടിട്ട് കാവൽക്കാരും ഇവരെ തടയാൻ മറന്നുപോയി. ഇത്ര കരുത്തോടെ, ഇത്ര ധീരതയോടെ ആരാണ് ഈ വരുന്നത്? നമ്മുടെ സൈനിക നായകന്റെ താവളത്തിലേക്ക് ചിന്തിച്ച് അവരങ്ങനെ നിന്നുപോയി. അത്ഭുതരായി ഇദ്ദേഹം അങ്ങനെ നടന്നുപോയി. പടിവാതിൽ കടന്ന് അങ്ങോട്ട് കാല് വെക്കുന്നത് മേത്തരം വില കൂടിയ പരവതാനിയിലേക്കാണ്. സാധാരണ ആരും അതിൽ കുതിരയെ നടത്തിയില്ല. കുതിരപ്പുറത്ത് ഇറങ്ങാതെ തന്റെ കയ്യിലെ കുന്തം ഈ പരവതാനി കുത്തിയിട്ട് അത് കുത്തി കീറി ഇദ്ദേഹം അങ്ങനെ ചെല്ലുകയാണ്. സിംഹാസനം ഇരിക്കുന്ന റുസ്തം അന്തം വിട്ട് നിൽക്കുന്നു. ഈ മനുഷ്യൻ എന്തൊരു വരവ്! ഒന്നിനെയും കൂസാത്തൊരു വരവ്. ലളിതമായ ജീവിത രീതി, ലളിതമായ വേഷഭൂഷാദി, സർവ ആയുധ വിഭൂഷിതനല്ല. സ്വയം രക്ഷയ്ക്ക് ഒരു കുന്തം മാത്രമേ കൈയുള്ളൂ. ചെല്ലുന്നത് ഈ പുലിമടയിലേക്കാണ്. അങ്ങനെ ചെന്നിട്ട് അത്ഭുതപ്പെട്ടിരിക്കുന്ന ഈ സൈനിക സംവിധാനത്തിന്റെ വലിയവരിയ്ക്കുന്ന സ്ഥലത്തിൽ പരവതാനി കുന്തം കൊണ്ട് കുത്തി നീക്കിയിട്ട് തന്റെ കുന്തം നിലത്ത് അമർത്തി കുത്തി ആ നിലത്ത് കുന്തത്തിൽ ചാരിയിരുന്നു വിജയം. ഇത് ചരിത്രം ഇങ്ങനെ വിവരിക്കാം. എന്റെ വർത്തമാനം അതിന്റെ സത്തയെ നിങ്ങൾക്ക് അത്രത്തോളം എത്തിക്കാൻ കഴിയുന്ന ഒന്നാവണമെന്നില്ല. എന്നിട്ട് അദ്ദേഹം ഈ മേത്തരം സംവിധാനം ഇരിക്കുന്ന ഇയാളെ നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ വില പിടിച്ച സംവിധാനത്തിൽ വിശ്വസിക്കുന്ന കൂട്ടരല്ല. ഞങ്ങള് യഥാർത്ഥത്തിൽ നിങ്ങളെ പോലെയല്ല. അള്ളാഹു നൽകുന്ന ആദരവാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ അതിൽ മാത്രം വിശ്വസിക്കുന്നവരാണ്. അപ്പൊ ഈ വർത്തമാനം പറഞ്ഞ കുന്തത്തിൽ ചാരിയിരിക്കുന്ന ഈ മനുഷ്യനോട് റുസ്തം ചോദിച്ചു, എന്തിനാ നിങ്ങൾ വന്നത്? വലിയ സൈന്യവുമായി നിങ്ങൾ വന്നിരിക്കല്ലേ, എന്തിനാ നിങ്ങൾ വന്നത്? അതിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. അല്ലാഹുല്ലദീ ഞങ്ങളെ നിയോഗിച്ചത് അള്ളയാണ്. ലിയുഖ്രിജ മൻ ശാ അല്ലാഹ് മിൻ ഇബാദിൽ ഇബാദ് ഇലാ ഇബാദില്ലാഹിൽ വഹ്ദ. മനുഷ്യന്റെ അടിമത്തത്തിൽ അടിമകളെ പോലെ ജീവിക്കുന്ന മനുഷ്യരെ അള്ളാഹുവിന്റെ അടിമത്തിലേക്ക് നയിക്കാൻ അള്ള ഞങ്ങളെ വിട്ടതാ. ഉടുസായ ഈ ദുനിയാവിന്റെ ലോകത്തുനിന്ന് അവരെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിശാലതയിലേക്ക് നയിക്കാൻ ഞങ്ങളെ അള്ള വിട്ടതാ എന്ന് റുസ്തമിന്റെ മുഖത്ത് നോക്കി ലിബിൻ ആമിർ റളിയല്ലാഹു തആല ഉറക്കെ പറഞ്ഞപ്പോ അവര് അന്തം വിട്ടുപോയി. എന്തിനാ ഈ വർത്താനം പറഞ്ഞത്? ഇങ്ങനെ സംസാരിക്കാനാ ഇസ്ലാം പഠിപ്പിച്ചത്. മാപ്പുസാക്ഷികളായി ജീവിക്കാനല്ല. ഭരണാധികാരികളുടെ മുമ്പിൽ പോയിട്ട് ഓച്ചാനിച്ച് നിന്നിട്ട് അവരോട് എന്ത് സംസാരിച്ചും സ്വന്തം അണികളോട് പറയാൻ കഴിയാത്ത നേതാക്കന്മാർ, സംഘപരിവാരത്തിന്റെ ആലയത്തിൽ പോയി സംസാരിക്കാത്ത മതസംഘടനകളോ രാഷ്ട്രീയക്കാരോ നമുക്കില്ല. എന്താണ് പറഞ്ഞത്, എന്താണ് പറയേണ്ടത് എന്ന് പറഞ്ഞത് എന്താണെന്ന് പറയാൻ പോലും പലപ്പോഴും നമുക്ക് പറ്റാതെ പോയി. അതുകൊണ്ട് നിങ്ങൾ വലിയ പ്രതീക്ഷ ഒന്നും വെക്കണ്ട. നമ്മൾ സ്വയം മാറാത്ത കാലത്തോളം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ അങ്ങ് തുടരും. ഇങ്ങനെ മുഖത്ത് നോക്കി സംസാരിക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതിനാ ഈ ഭാഗം വായിച്ചത്. ഇതിങ്ങനെ ചരിത്രം പഠിച്ചാലേ ചരിത്രത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്തുകൊണ്ടാണ് സംഘപരിവാരം ചരിത്രം വായിക്കുന്നത്? എന്തിനാ ചരിത്രം മാറ്റിമറിക്കുന്നത്? ചരിത്രം വസ്തുതകളെ പറയുമ്പോൾ പിൽക്കാലത്ത് വായിക്കുന്നവർ കരുത്തരായിട്ട് എഴുന്നേറ്റ് നിൽക്കും. ഇസ്ലാമിക ലോകത്തും ചരിത്രം വായിച്ചൊന്നുമില്ല. പക്ഷെ നമ്മളാരും ചരിത്രം പറയില്ല, ചരിത്രം പഠിപ്പിക്കില്ല. നമ്മുടെ യുവതലമുറക്ക് അറിയില്ല ഇങ്ങനെയാണ് ഇസ്ലാം. ഇത്രയും കരുത്തുള്ള ഒരു ആദർശത്തിന്റെ ഭാഗമാണ് ഞാൻ. അനമിനൽ മുസ്ലിമേ, ഞാനൊരു മുസ്ലിമാണ് എന്ന ആർജവത്തോടെ സംസാരിക്കാൻ ഈമാനികമായ കരുത്തിൽ കുരുത്ത മക്കൾ ഉണ്ടാവണമെങ്കിൽ സൂറത്ത് റൂമെങ്കിലും പഠിപ്പിക്കണം കഴിയുമാണ്. അതുകൊണ്ടാണ് ഇളവന് ചെത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ കരുത്തോടെ സംസാരിച്ചിട്ട് അദ്ദേഹം എഴുന്നേറ്റ് പോന്നു. യുദ്ധം നടന്നു. കിസ്രയുടെ സൈന്യം തോറ്റു. പിന്നീട് അവരുടെ തലസ്ഥാനം മദായിൻ എന്ന തലസ്ഥാനം മുസ്ലിം സൈന്യം പിടിച്ചടക്കി. ഭരണാധികാരി ഒളിച്ചോടിപ്പോയി, നാട് വിട്ടുപോയി. അദ്ദേഹത്തെ ആരോ കൊന്നുകളഞ്ഞു. അങ്ങനെ പേർഷ്യ ഇസ്ലാമിന്റെ പേർഷ്യയായി.
അപ്പൊ നേരത്തെ ഇസ്ലാമിക വിരോധ ശക്തികളുടെ കയ്യിലെ പേർഷ്യ, അന്നാണ് സൂറത്ത് റൂമിലെ ഭാഗം. അന്ന് ബഹുദൈവ ആരാധകരായ പേർഷ്യ, ഇവിടുത്തെ വിശ്വാസികളായ റോം. ആ സംഭവത്തിൽ അന്ന് പേർഷ്യയുടെ ജയം ഇസ്ലാമിന് വലിയ പ്രയാസം ഉണ്ടാക്കിയെങ്കിൽ ആ പേർഷ്യ പിന്നീട് ഇസ്ലാമിക ഇന്നത്തെ അതിന്റെ അപ്പുറ ഹൃദയ ഭാഗമാണ് ഇറാൻ. സിറിയയും ഇറാഖും ചേരുന്ന ഭാഗം കൂടി ചേർന്നാണ് പേർഷ്യ. ഇതൊരു ചരിത്രം ഇങ്ങനെ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ നമ്മളായിട്ട് പഠിക്കാൻ ഒരു കാര്യമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ നേരെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ പാഠങ്ങൾ ശരിക്കും പഠിക്കുന്നതോടൊപ്പം ഇസ്ലാമികമായ കരുത്തിലേക്ക് വളരാൻ നമുക്ക് സാധിക്കണം. ഖുർആൻ പറയുന്ന ഭാഗവത അബ്സാർ, കണ്ണുള്ളവരെ നിങ്ങൾ ഈ പാഠങ്ങൾ പഠിക്കുന്നു. സൂറ അൽ ഹഷ്ർ 2-ാമത് സൂക്തം. നിങ്ങൾ ഈ ഇബ്രാത്തുകൾ പാഠങ്ങൾ പഠിക്കുന്നു. ഖുർആൻ പറഞ്ഞു വെച്ചതിന്റെ അപ്പുറത്ത് കുറെ വിശദീകരണങ്ങളുണ്ട്. അത് ശരിക്കൊന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾ അറിയാതെ കരുത്തരായിട്ട് മാറും. കണ്ണുള്ളവരെ, ഉൾക്കാഴ്ചയുള്ളവരെ, കണ്ണുണ്ടായിട്ടില്ല, ഉൾക്കാഴ്ച വേണം. അവർ ഈ പാഠം ഉൾക്കൊള്ളണം. വിജയം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. ആയത്ത് വീണ്ടും ആവർത്തിക്കുക. ആയുധ ശക്തിയിലല്ല വിജയം, അംഗബലത്തിലുമല്ല വിജയം, അധികാരം ഇയാളുടെ കയ്യിലാണെന്നത് വിജയത്തിന്റെ മാനദണ്ഡമല്ല. വിജയം അള്ളാഹിന്റെ ഭാഗത്താണ്. അത് നമുക്ക് അർഹതപ്പെട്ടതാ. നമ്മൾ അതിന് അർഹരായിട്ട് മാറണം. നിങ്ങൾ മുസൽമാന്മാർ ലക്ഷണമൊത്ത മുസ്ലിം സമുദായമായി ജീവിക്കുന്നു എങ്കിൽ വിജയം നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ ഭീരുക്കളാണെങ്കിൽ ഭീരുക്കൾക്ക് പറ്റിയ ഒരു ദർശനമല്ല ഇസ്ലാം എന്ന് കൃത്യമായിട്ടുള്ള പഠിപ്പിക്കുന്ന ഭാഗമാണ് ഈ ചരിത്ര വസ്തുതകൾ. യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈമാൻ ഉറപ്പിച്ച് ഇസ്ലാമിനോട് കൂറുള്ളവരായി വിശുദ്ധ ഖുർആനെ സത്യന്തമായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ലഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹു വൽ ബർറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൽ അമീൻ وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനിയരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ ദാസന്മാരിൽ നാം അവനെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് എളുപ്പം നൽകുമാറാവട്ടെ. ജനിച്ച മണ്ണിൽ കാലുറപ്പിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ നാശം കൊതിക്കുന്നവരുടെ നാശം അള്ളാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين.